ക്ഷേത്രങ്ങളിലെ സ്വർണം പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയാണ്, സഭ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ് മഹത്തായ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ സ്വർണം പൂഴ്ത്തി വച്ചിരിക്കുകയാണ് എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തിയപ്പോഴാണ് അങ്ങനെയൊരു പ്രതികരണം എനിക്ക് നടത്തേണ്ടി വന്നത്. വാസ്തവത്തിൽ ക്രൈസ്തവ സഭ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെക്കാളൊക്കെ വലിയ തോതിൽ ഹിന്ദു സംഘടനകൾ ഭാരതത്തിൽ നിരവധി തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പൊതുവായൊരു ധാരണയുണ്ട്, ക്രൈസ്തവ സഭയാണ് സേവന പ്രവർത്തനങ്ങളുടെയൊക്കെ കുത്തക. ഒന്ന്, FCRA ബില്ല് എന്ന് പറയുന്നത് അതൊരു മത അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നൊരു ബില്ലല്ല. അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളൊരു നിയമമാണ് FCRA നിയമം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവാണ് നമുക്കിപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഫാദർ പോൾ തേലേക്കാട് നടത്തിയ പ്രസ്താവനകൾക്കെതിരെ അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു. അപ്പോൾ തേലേക്കാട്ടച്ചൻ്റെ പ്രസ്താവനയോടുള്ള അങ്ങ് ഒരു വിമർശനാത്മകമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോകാനുള്ള കാരണം? അല്ല, ഒന്ന്, അദ്ദേഹം ഒരു ക്രൈസ്തവ സഭയിലെ ഒരു പാതിരിയാണ്. അപ്പോൾ വേറൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു പുരോഹിതനായിട്ടുള്ള ഒരാൾ, മറ്റൊരു മതവിഭാഗത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുമ്പോൾ പാലിക്കേണ്ട ഒരു ഔചിത്യമുണ്ട്. ആ ഔചിത്യം കാണിക്കാതെ ക്ഷേത്രങ്ങളിലെ സ്വർണം പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയാണ്, സഭ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ് മഹത്തായ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ സ്വർണം പൂഴ്ത്തി വച്ചിരിക്കുകയാണ് എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തിയപ്പോഴാണ് അങ്ങനെയൊരു പ്രതികരണം എനിക്ക് നടത്തേണ്ടി വന്നത്. വാസ്തവത്തിൽ ക്രൈസ്തവ സഭ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെക്കാളൊക്കെ വലിയ തോതിൽ ഹിന്ദു സംഘടനകൾ ഭാരതത്തിൽ നിരവധി തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പൊതുവായൊരു ധാരണയുണ്ട്, ക്രൈസ്തവ സഭയാണ് സേവന പ്രവർത്തനങ്ങളുടെയൊക്കെ കുത്തക എന്നുള്ള ധാരണയുണ്ട്. അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ RSS പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുണ്ട്. ഇന്ത്യ ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള വലിയ പ്രഗല്ഭങ്ങളായിട്ടുണ്ട്. അങ്ങേറ്റം ചെറിയ രീതിയിലുള്ള രൂപത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ലക്ഷാവധി ജനങ്ങളാണ്. RSS നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ ലക്ഷാവധി ജനങ്ങളാണ്. ഞാൻ ഒരു സംഘടനയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ സത്യസായി സഭ, അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠം, ഇസ്കോൺ, ഇങ്ങനെ നിരവധി ഹൈന്ദവ സംഘടനകൾ രാജ്യത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രൈസ്തവ സഭയാണ്, ഞങ്ങളാണ് സേവന പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും കുത്തക എന്നൊക്കെയുള്ള ധാരണയുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ഈ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ FCRA ഭേദഗതി അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനാണ്. അതേസമയം തന്നെ ഈ ഹിന്ദു സംഘടനകളുടെ അല്ലെങ്കിൽ RSSൻ്റെയൊക്കെ സ്ഥാപനങ്ങൾക്ക് വഴിവിട്ട സഹായങ്ങൾ കേന്ദ്ര സർക്കാർ അടക്കം ചെയ്യുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഒന്ന്, FCRA ബില്ല് എന്ന് പറയുന്നത് അതൊരു മത അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നൊരു ബില്ലല്ല. അത് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളൊരു നിയമമാണ് FCRA നിയമം. ഈ നിയമം ഈ രീതിയിൽ വന്നത് 2010 UPA സർക്കാർ ഇരിക്കുമ്പോഴാണ്. ശരിക്കും കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നിയമമാണ്. ആകെ ഈ സർക്കാർ ചെയ്തത് എന്താണ്? റദ്ദാക്കപ്പെടുന്ന ആ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതോടെ ഈ സ്ഥാപനങ്ങളുടെ അധികാരം ആരുടെ കയ്യിലേക്ക് വരും? ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. ഇത്രയേ ഈ നിയമത്തിൽ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൂ. ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം FCRAയിൽ ലൈസൻസ് ഉള്ള ആളുകൾ വിദേശത്ത് നിന്ന് വാങ്ങുന്ന സംഭാവന, ആ സംഭാവന വകമാറ്റി ചിലവഴിക്കാൻ പാടില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുക, എന്നിട്ട് അത് മതം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പള്ളി മേടകൾ പണിയാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് പള്ളിക്ക് മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. അത് അമൃതാനന്ദമയിക്ക് ഒരേ ബാധകമാണ്. അത് സത്യസായി സംഘടനകൾക്ക് ബാധകമാണ്. ഇന്ത്യയിലെ എല്ലാ NGOസിനും അത് ബാധകമാണ്. ക്രൈസ്തവ സഭയ്ക്ക് മാത്രം എന്താണ് ഇത്ര വേവലാതി ഈ വിഷയത്തെ സംബന്ധിച്ച്? അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് എന്തോ ഒളിക്കാനുണ്ടോയെന്നാണ് അതിനർത്ഥം. ഈ നിയമത്തിന് വിരുദ്ധമായി ക്രൈസ്തവ സഭ പ്രവർത്തിക്കുന്നു എന്ന് വന്നാൽ ഞങ്ങൾക്ക് നിയമം ബാധകമല്ല എന്ന ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന ഒരു ധാർഷ്ട്യമാണോ ഫാദർ പോൾ തേലേക്കാട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത് ശരിയല്ല. അങ്ങനെ ഒരു മനോഭാവം ശരിയല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ അതിനുശേഷം കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയും ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് കൊണ്ടുവന്ന പദ്ധതിയല്ല.
അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാവുന്നതാണ്. അവിടെ മതമോ ജാതിയോ ഒന്നും ബാധകമല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എനിക്ക് ഈ പോൾ തേലക്കാട്ടിനെ പോലുള്ള ഫാദർമാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ, പാതിരിമാർ ഈ സഭയ്ക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പുരോഹിതന്മാരാണ്. ഇപ്പോൾ അധ്യാപകൻ്റെ കൈവെട്ട് കേസുണ്ടായി. ഫാദർ പോൾ തേലക്കാട്ടിനെ പോലുള്ള പോൾ തേലക്കാട്ട് അടക്കമുള്ള പാതിരിമാർ അന്ന് അധ്യാപകനെതിരെ നിലപാടെടുത്ത ആളാണ്. അധ്യാപകൻ്റെ കൈവെട്ടിനെ ന്യായീകരിച്ച ആളാണ് ഫാദർ പോൾ തേലക്കാട്. അന്ന് നല്ല സൗഹൃദത്തിലാണ് ഞാനിപ്പോഴും അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്, സഭയെടുത്ത നിലപാടിനെ സംബന്ധിച്ച്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആത്മഹത്യയിലേക്ക് വരെ സാഹചര്യം ഒരുക്കിയത് സഭയുടെ ഇത്തരം ആളുകളുടെ ചില നിലപാടുകളെ കൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നല്ലേ. വഖഫിൻ്റെ ഭൂമിയുടെ വിഷയം വന്ന സമയത്തും സഭയിലെ ചില ആളുകൾ ഇത്തരം നിലപാടുകൾ എടുത്തത്. ഇപ്പോൾ ലവ് ജിഹാദിൽ സഭയുടെ ചില സഭകൾ, ക്രൈസ്തവ സഭയിലെ ചില ഗ്രൂപ്പുകൾ എടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് പോൾ തേലക്കാട് എടുത്തത്. അപ്പോൾ എന്താണെന്ന് ക്രൈസ്തവരുടെ താല്പര്യത്തിനൊപ്പമാണ് ഈ പോൾ തേലക്കാട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവ വിഭാഗത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് യഥാർത്ഥത്തിൽ പോൾ തേലക്കാടിൻ്റേതായിട്ടാണെന്നാണ് പുറമേ നിന്ന് നോക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. ഈ BJP ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ PC ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അത് BJPക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. BJP അത് നോക്കേണ്ട കാര്യമാണ്. BJP നോക്കട്ടെ. ഷോൺ ജോർജും PC ജോർജും നടത്തിയ പ്രസ്താവനകൾ BJPയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ ഗുരുതരമായി ബാധിക്കുമോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയമായി BJP നോക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ഔട്ട്റീച്ചിലേക്ക് ആര് എവിടെ പോകുന്നു എന്നുണ്ടെങ്കിലും രാഷ്ട്ര താല്പര്യത്തിന് ഗുണകരമായിരിക്കണം ഏത് ഔട്ട്റീച്ചും. ആരുടെ ഇടയിലേക്കും സ്വാധീനം ചെലുത്തുന്നതിലും ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലും യോജിപ്പിക്കുന്നതിലും ഒന്നും ഒരു വിഷമമില്ല. പക്ഷേ രാഷ്ട്ര താല്പര്യത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് ഇത്തരം സമീപനങ്ങൾ എടുക്കുന്നത് എന്നുള്ള നിലപാട് ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പ്രതികരിച്ചത്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി, പ്രത്യേകിച്ച് ഫാദർ പോൾ തേലക്കാട് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയങ്ങളടക്കം കൃത്യമായ അവരുടെ നിലപാട്, ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് അദ്ദേഹം നമ്മളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.